+2 അക്കൗണ്ടൻസി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് സെക്കൻഡ് ഇയർ എക്സാമിന്റെ മെയ് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി 2025 ഡിസ്കഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അതിൽ പറഞ്ഞിരുന്നു ഫസ്റ്റിന്റെ പേജിലെ കാര്യങ്ങളൊക്കെ. അത് പിന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫസ്റ്റ് പാർട്ടിലേക്ക് കിടക്കാൻ പോകുന്നത് പാർട്ട് എ സെക്ഷൻ. ഫസ്റ്റ് 1 മാർക്കിന്റെ സെക്ഷൻ ആണ്. 1 മാർക്കിന്റെ സെക്ഷനിൽ നമുക്കറിയാം എന്താണ് ചോദ്യങ്ങൾ ചോദിച്ചേക്കണേ. 5 വരെയുള്ള ചോദ്യങ്ങളാണ്. 1 തൊട്ട് 5 വരെയിൽ ഏതെങ്കിലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞേക്കണേ. 4 ഉത്തരം കൊടുത്താൽ മതി. ഫസ്റ്റ് നോക്കിയേ, ഒരു പങ്കാളിത്ത സ്ഥാപനം രൂപീകരിക്കുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ വ്യക്തികളുടെ എണ്ണം എത്രയാണ്? മിനിമം എത്ര പേരെങ്കിലും വേണം? ഇത് തന്നെയായിരുന്നു 2025 ചോദിച്ചത്. റിപ്പീറ്റ് ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കാം. ഓക്കെ, മിനിമം എത്ര പേര് വേണം? 2 പേരെങ്കിലും ഒരു പങ്കാളിത്ത സ്ഥാപനം തുടങ്ങാനായിട്ട് വേണം. അതാണ് ഒന്നാമത്തെ ആൻസർ. ഇനി രണ്ടാമത്തെ നോക്കാം. ഡാഷ് എന്നത് ഒരു സ്ഥാപനത്തിന് പ്രതീക്ഷിക്കുന്ന അധിക വരുമാനത്തിന്റെ ഇപ്പോഴത്തെ മൂല്യമാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിനും കൂടുതൽ ഉണ്ടാവുന്ന അധികമായി വരുന്ന വരുമാനം, അതിന്റെ മൂല്യമാണ് ഈ പറയുന്ന ഒരു കാര്യം. എന്തായിരിക്കും? സൽപ്പേര് മൂല്യമാണ്. ഗുഡ്വിൽ ആണ് നമ്മുടെ അധിക വരുമാനത്തിന്റെ ഇപ്പോഴത്തെ മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഗുഡ്വിൽ. ഇനി മൂന്നാമത്തെ കേസ്, ഡാഷ് ഒരു സ്ഥാപനം അതിന്റെ സാധാരണ ലാഭത്തേക്കാൾ അധികമായി നേടിയ ലാഭമാണ്. എന്താണ്? സാധാരണ ഒരു ലാഭത്തിനേലും അതിന്റെ മേൽ വീണ്ടും ലാഭം കിട്ടുന്നതിന് എന്തെന്നാ പറയാ നമ്മള്? അധിക ലാഭം. ഓക്കെ, അധിക ലാഭമാണ് മൂന്നാമത്തെ ആൻസർ. നാലാമത്തെ ആണെങ്കിലോ, ഇനി പറയുന്ന തുകകളിൽ ഏതാണ് വിരമിക്കുന്ന പങ്കാളിക്ക് ലഭിക്കാത്തത്? ഈ പറയുന്ന തുകയിൽ വിരമിക്കുന്ന സമയത്ത്, റിട്ടയർ ആവുന്ന സമയത്ത് പങ്കാളിക്ക് കിട്ടാത്തത് ഏതാണ്? ഓക്കെ, അവന്റെ മൂലധന അക്കൗണ്ട് ബാലൻസ് അത് കിട്ടും. സൽപ്പേര് മൂല്യത്തിൽ അവന്റെ പങ്ക് അതും ആൾക്ക് കിട്ടും. അവന്റെ ഭാര്യയുടെ ലോൺ അക്കൗണ്ട് ബാലൻസ് ഇതാണ് കിട്ടാത്തത്. ഓക്കെ, ലോൺ അക്കൗണ്ട് ബാലൻസ് കിട്ടില്ല. ഓക്കെ, അടുത്തത്, ഒരു സ്ഥാപനം അടച്ചുപൂട്ടുമ്പോൾ ഏതാണ് അവസാനം നൽകേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിസൊല്യൂഷന്റെ ചാപ്റ്റർ 4. ഓക്കെ, ചാപ്റ്റർ 4ന്റെ ഡിസൊല്യൂഷന്റെ ഭാഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അതിൽ തിയറീസ് കാണാൻ പറ്റും. അടച്ചുപൂട്ടുമ്പോൾ ഏതൊക്കെയാണ് അടച്ചു തീർക്കേണ്ടത് ആദ്യം എന്നുണ്ട്. ഇവിടെ ഏതാണ് അവസാനം നൽകേണ്ടതെന്നാണ്. അടച്ചുപൂട്ടുന്ന സമയത്ത് അവസാനം കൊടുത്തു തീർക്കേണ്ട തുക ഏതാണ്? അത് പങ്കാളിയുടെ മൂലധനാണ്. ഓക്കെ, ഇത്രയാണ് 5 ആൻസർ. ഇതിൽ 4 നമ്മൾ എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ ഭാഗത്തിലോട്ട് കടക്കുമ്പോൾ പങ്കാളിത്ത 6 തൊട്ട് 7 വരെയുള്ളത്, 6ഉം 7ഉം 2 ചോദ്യമുള്ളൂ. അതിൽ ഏതെങ്കിലും അല്ല, എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകണം. 2 സ്കോർ വെച്ചിട്ടാണ്. ഫസ്റ്റ് പങ്കാളിത്ത ഉടമ്പടിയെ കുറിച്ച് ഒരു ലഘു വിവരണം എഴുതുക. എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും? അത് ചാപ്റ്റർ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 2 അതിലെ പേജ് നമ്പർ 47. ഇതിലാണ് നമ്മുടെ ആ പങ്കാളിത്ത ഉടമ്പടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യാം? ചെക്ക് ചെയ്യാം കേട്ടോ. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 2 പേജ് നമ്പർ 47. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തത് നമ്മുടെ അനുവും ബിനുവും 2:1 എന്ന അനുപാതത്തിൽ ലാഭം പങ്കിടുന്ന സ്ഥാപനത്തിൽ പങ്കാളികളാണ്. അവർ ഒരു പുതിയ പങ്കാളിയായിട്ട് സിനു എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്നപ്പോ അവരുടെ വീണ്ടും പുതിയ ലാഭം വന്നു അല്ലെ? ലാഭാനുപാതം 2:1 ഇനി പറയുന്നത് എന്താ? ത്യാഗാനുപാതം കണ്ടുപിടിക്കാൻ. സാക്രിഫൈസിങ് റേഷ്യോ. സോ സാക്രിഫൈസിങ് റേഷ്യോന്റെ ഇക്വേഷൻ എന്താണ്? നമുക്കറിയാം. സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ എന്നാണ്. ഇതും ചാപ്റ്റർ 2ന്റെ ഇത് ചാപ്റ്റർ 3 പഠിക്കാനുള്ളതാണ്. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ അറിയാലോ. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓരോരുത്തരും എടുക്കുക. ഇവിടെ സാക്രിഫൈസ് ആർക്ക് വരുള്ളൂ? അനുവിനും ബിനുവിനും. കാരണം എന്താ? പുതിയ പങ്കാളിയാണ് സിനു. ഓക്കെ, അപ്പോ അനു ഈക്വൽ ടു അനുവിന്റെ ഓൾഡ് റേഷ്യോ എന്താണ്? 2 അല്ലെ? ഇതിൽ 2/3 ടോട്ടൽ മൈനസ് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 2/ടോട്ടൽ 4 ആണ്. ഈക്വൽ ടു ഇത് നമ്മൾ എന്താ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ ഞാൻ പറയുന്നുണ്ടായിരുന്നു. 2/3 മൈനസ് 2/4 ഇങ്ങനെയല്ല വന്നേക്കണേ. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് താഴെ ഡിനോമിനേറ്റേഴ്സ് സെയിം അല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? 4x2 എത്രയാണ്? 8 മൈനസ് 3x2 എത്രയാ? 6 ഡിവൈഡഡ് ബൈ 3x4 എത്രയാണ്? 12. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇവിടെ 8 മൈനസ് 6/12 ഇവിടെ കിട്ടുന്നത്. ഓക്കെ അല്ലെ? ഇത് നമുക്ക് ചെറുതാക്കുമ്പോൾ എന്താ? 8 6 വെച്ചാൽ 2 ആണ്. ഓക്കെ, ഇവിടെ തെറ്റുണ്ട്, ഇവിടെ 2 ആണ് കേട്ടോ. ഓക്കെ, 8 6 വെച്ചാൽ 2 ആണ്. സോ 2/12. ഇതിനെ ഒന്നും കൂടി നമുക്ക് ചെറുതാക്കാം അല്ലെ? അതായത് 2ന്റെ മൾട്ടിപ്ലിക്കേഷന് പോകുമ്പോൾ 2 ഒരു പ്രാവശ്യം, 12 എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. അങ്ങനെയാണ് ഇവിടെ 1/6 വരുന്നത്. അതുപോലെ തന്നെ ബിനുവിന്റെയും ചെയ്യാം. ഈ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 4 - 3 ഡിവൈഡ് ബൈ 12 കിട്ടും. അതായത് 1/12. സോ അതിനെ ചെറുതാക്കുമ്പോൾ എന്താ കിട്ടുക? 1/6. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഓക്കെ, ഇതാണ് 7ാമത്തെ ആൻസർ വരുന്നത്. അടുത്തത്
നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. അടുത്ത സെക്ഷൻ ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ്. 8 തൊട്ട് 10 വരെയിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം കൊടുക്കുക. 3 സ്കോർ ഉണ്ടെന്നാ പറയണേ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി എന്താന്ന് പറയണേ. So ഇവിടെ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ പങ്കാളിത്ത സ്ഥാപനത്തിന്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. 3 സവിശേഷതകൾ എഴുതാനാ പറഞ്ഞേക്കണേ. ഇത് നമ്മുടെ ചാപ്റ്റർ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കുക. നമ്മുടെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്റർ 2 പേജ് നമ്പർ 47 പേജ് തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് കാണിക്കുന്ന പോയിന്റ്സ് ഉണ്ട്. ഒരു അഞ്ചാറ് പോയിന്റ്സ് ഉണ്ട്. ആ 5-6 പോയിന്റ്സ് പഠിക്കാം. ഓക്കെ, പേജ് നമ്പർ 47 കേട്ടോ. ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 1 ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നോക്കാം. അടുത്ത എന്താ പറഞ്ഞ പ്രോഫിറ്റ് തന്നിട്ടുണ്ട് നമുക്ക്. പ്രോഫിറ്റ് സ്ഥാപനത്തിന്റെ അവസാന 5 വർഷത്തെ ലാഭം തന്നിട്ടുണ്ട്. എന്നിട്ട് ശരാശരി ലാഭത്തിന്റെ 3 വർഷത്തെ വാങ്ങിയ വിലയിൽ സൽപ്പേര് മൂല്യം കണക്കാക്കാം. ശരാശരി ലാഭരീതിയാണ്. ശരാശരി ലാഭരീതിയിൽ എങ്ങനെയാ കാണേണ്ടത്? നമ്മൾ ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുള്ളതാ അല്ലെ. ഇക്വേഷൻ എന്താണ്? ഗുഡ്വിൽ കാണാനുള്ള ഇക്വേഷൻ. ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു നമുക്കറിയാം ആവറേജ് പ്രോഫിറ്റ് മൈനസ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. നമ്പർ ഓഫ് ഇയേഴ്സ് ഞാൻ ഷോർട്ട് ഫോമിൽ എഴുതുന്നുള്ള പർച്ചേസ്. ഇതാണ് എന്ത് വരുന്നത്? ഇക്വേഷൻ വരുന്നത്. ഇതിൽ ആവറേജ് പ്രോഫിറ്റ് കാണാൻ എന്താ ചെയ്യണ്ടേ? ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. വെറും ഇയേഴ്സ് ആട്ടോ ഇവിടെ. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് ഇനി ഇത് കാണണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 5 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് മൊത്തം ആഡ് ചെയ്യാം, ടോട്ടൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ പ്രോഫിറ്റ് കിട്ടും. ഡിവൈഡഡ് ബൈ എത്ര വർഷം തന്നേക്കണേ? 1, 2, 3, 4, 5 വർഷം അല്ലെ. അപ്പൊ ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ ചെയ്തു നോക്കാം. ഞാൻ ആൻസർ പറയുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി 2025 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതാണ്. അതിലും ഇതുപോലെ തന്നെ ആവറേജ് പ്രോഫിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാ? ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു ആൻസർ കിട്ടും. സോ ഈ എമൗണ്ടിന്റെ കൂടെ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് പർച്ചേസസ് ഇൻഡു ചെയ്യണം. സോ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് 1,20,000 ആണ്. ഈ പറയുന്ന 24,000 പ്ലസ് 20,000 പ്ലസ് 28,000 പ്ലസ് 22,000 പ്ലസ് 26,000 ചെയ്യുമ്പോൾ നമുക്ക് 1,20,000 കിട്ടും. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 5 വർഷത്തെ അല്ലെ. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 24,000 ആൻസർ കിട്ടാം. എന്ത്? ആവറേജ് പ്രോഫിറ്റ് 24,000. അപ്പൊ ഇനി ഗുഡ്വിൽ കാണാൻ ആവറേജ് പ്രോഫിറ്റ് ആയിട്ടുള്ള 24,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയർ പർച്ചേസ് എത്ര ഇവിടെ പറഞ്ഞേക്കണേ? ഒരു സ്ഥാപന അവസാനം എത്രയാ പറഞ്ഞേക്കുന്നത്? ഇവിടെ തന്നിട്ടുണ്ട് 3 വർഷത്തെ പർച്ചേസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇൻറ്റു 3 ചെയ്യുമ്പോൾ 72,000 ആണ് നമ്മുടെ ഗുഡ്വില്ലിന്റെ ആൻസർ. 9ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് ത്യാഗാനുപാതവും നേട്ടാനുപാതവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതുക. ഏതെങ്കിലും 3 വ്യത്യാസം. അപ്പൊ അത് എഴുതണമെങ്കിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ചാപ്റ്റർ നോക്കാം. സാക്രിഫൈസിങ് റേഷ്യോ ആണെങ്കിൽ വരുന്നത് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് ചാപ്റ്ററിലെ 3ാമത്തെ ചാപ്റ്റർ ആണ്. അതിൽ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട് 86ാമത്തെ പേജിൽ. അതിലാണ് ത്യാഗാനുപാതത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി നേട്ടാനുപാതം ആണെങ്കിൽ ചാപ്റ്റർ 4 ആണ് വരുന്നത്. ചാപ്റ്റർ 4ലെ 158 പേജിൽ നേട്ടാനുപാതത്തിനെ കുറിച്ചുണ്ട്. അത് വായിച്ചു നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാം. ഓക്കെ, ഇതാണ് പേജ് നമ്പേഴ്സ് വരുന്നത്. നോട്ട് ചെയ്യാം. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഈ സെക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ? 11 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ഉത്തരം കൊടുക്കുക. 2 ചോദ്യമുള്ളൂ. എന്താ ഫസ്റ്റ്? സൽപ്പേര് മൂല്യത്തിന്റെ വിലയെ ബാധിക്കുന്ന ഏതെങ്കിലും 4 ഘടകങ്ങൾ വിശദീകരിക്കുക. എന്താണ് നമ്മൾ പറയുന്നത്? ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നാച്ചർ, ബിസിനസ് എങ്ങനത്തെ ഉള്ളതാണ്, എങ്ങനത്തെ തരത്തിലുള്ള ബിസിനസ് ആണ്. പിന്നെ സൈസ്, ബിസിനസിന്റെ വലിപ്പം, കാര്യങ്ങളും. ഓക്കെ, പിന്നെ ക്വാളിറ്റി, നമ്മൾ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ബിസിനസ് ആണ് എങ്കിൽ. ഇതൊക്കെയാണ് നമ്മുടെ ഫാക്ടേഴ്സ് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കുകയാണെങ്കിൽ ലൊക്കേഷൻ, സൈസ്, നേച്ചർ, പിന്നെ ക്വാളിറ്റി ഒരു കാര്യം കൂടി വരും. ഓക്കെ, അതനുസരിച്ച് ഗുഡ്വില് ചാപ്റ്റർ 3യിലാണ് വരുന്നത്. അത് ചാപ്റ്റർ 3യിൽ ഗുഡ്വിൽ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടായിരിക്കും. ആ ഗുഡ്വിൽ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കിട്ടും ഈ പറയുന്നതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ അതും നിങ്ങൾ എന്ത് ചെയ്യാം? ഒന്ന് നോക്കാം. നെക്സ്റ്റ് സെക്ഷനോട് കിടക്കാണ്. പിന്നെ പറയുന്ന ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന്. അതായത് ഈ പറയുന്ന ഇത് എന്താണ്? സ്ഥാപനം, ഇത് പാർട്ട്ണർഷിപ്പ്, പങ്കാളികളുടെ ഡിസൊല്യൂഷൻ ആണ്. ഇത് സ്ഥാപനത്തിന്റെ ഡിസൊല്യൂഷൻ ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം വെച്ചേക്കണേ. സോ വ്യത്യാസം എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് വ്യത്യാസം. കാണാൻ പറ്റും അല്ലെ? ഇത് പറയുന്ന ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേമും. എന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? ഈ പങ്കാളികളുടെ വിരമിക്കലാണ്, അല്ലെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള പിരിച്ചുവിടലാണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്. ഇനി സ്ഥാപനത്തിന്റെ പിരിച്ചുവിടലാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. അപ്പോൾ പങ്കാളികളെ പിരിച്ചുവിടാമെന്ന് എന്താ? നിലവിലുള്ള പങ്കാളികൾ തമ്മിലുള്ള കരാറിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഈ പറയുന്ന പങ്കാളിത്ത പിരിച്ചുവിടൽ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന സ്ഥാപനത്തിന്റെ പിരിച്ചുവിടലോ?
എല്ലാ പങ്കാളികളും തമ്മിലുള്ള നിയമപരമായ ബന്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നു, എന്നിട്ട് നിർത്താണ്. എല്ലാം അവസാനിപ്പിച്ചിട്ട് നിർത്തുന്നതിനെയാണ് ഡിസൊല്യൂഷൻ ഓഫ് ഫോം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ആഹ് ഇവിടെ ഇവിടെ ഈ പറയുന്ന പങ്കാളികളുടെ പിരിച്ചുവിടലാണെങ്കിൽ ഇവിടെ ബിസിനസ് അവസാനിക്കുന്നില്ല. ഇവിടെ പങ്കാളികൾ തമ്മിലുള്ള കുറച്ച് പ്രവർത്തനങ്ങളും ആ തമ്മിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ ആണെങ്കിലോ സ്ഥാപനത്തിന്റെ പിരിച്ചുവിടലാണെങ്കിൽ അവിടെ ബിസിനസ് അവസാനിക്കുകയാണ്. ഇങ്ങനത്തെ കുറച്ച് ഡിഫറൻസ് ആണ് വരുന്നത്. ഈ ഡിഫറൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ. സോ ഇനി അടുത്തിലോട്ട് നോക്കുകയാണെങ്കിൽ അടുത്തതാണ് ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 13 to 14. 13-14 ക്വസ്റ്റ്യൻ ചെയ്യണം. 5 മാർക്കാണ്. നമുക്കറിയാം ഇത് ചോദിക്കുന്നത് 5 മാർക്കിന്റെ വരുന്നത് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. ലാഭനഷ്ട അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനാണ് തന്നേക്കുന്നത്. ഓക്കെ. ഇനി പറയുന്ന വിവരങ്ങളിൽ നിന്ന് ലാഭനഷ്ട വിനിയോഗ അക്കൗണ്ട് തയ്യാറാക്കുക. ഓക്കെ. ലാഭനഷ്ട അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ. ഇത് നമ്മൾ തയ്യാറാക്കണം. ഇതിന്റെ ഫോർമാറ്റ് അറിയാലോ. ഇതാണ് ഫോർമാറ്റ് വരുന്നത് നമ്മുടെ. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ലാഭനഷ്ട വിനിയോഗ അക്കൗണ്ട് ഫോർമാറ്റ്. ഞാൻ മുഴുവനായിട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, വീണ്ടും 2025 ഡിസ്കസ് ചെയ്തതാണ്. ജസ്റ്റ് ഒന്നും കൂടി അതിന്റെ ഒരു റിവ്യൂ പോലെ പറഞ്ഞുതരാണ്. അതായത് ഇവിടെ നമുക്ക് അറിയാം എന്താണ് പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ആദ്യം തുടങ്ങേണ്ടത് എന്താ ഞാൻ പറഞ്ഞു, ലാഭം, മുൻ വർഷത്തെ ലാഭം തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യനിൽ. ഏതാണ് തന്നിട്ടുണ്ട്, ഏതാ തന്നേക്കുന്നത് ഇവിടെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കാം ക്വസ്റ്റ്യൻസ്. 2:1 അനുപാതത്തിലാണ് പങ്കിടുന്നത് പറഞ്ഞു. ആരാണ് പാർട്ട്നേഴ്സ്? ഉണ്ണിയും ബെന്നിയും പങ്കാളികൾ. അവരുടെ മൂലധനം 50,000, 60,000. പിന്നെ ഉടമ്പടി അനുസരിച്ച് 10% പലിശ നൽകുന്നു. അതായത് ക്യാപിറ്റൽ, അവരുടെ മൂലധനത്തിന് 10% പലിശയുണ്ട്. ഇനി 20,000 രൂപ ശമ്പളം ഉണ്ട്. ആർക്ക് ശമ്പളം? ഉണ്ണിക്ക് അർഹതയുണ്ട്. ബെന്നിക്കാണെങ്കിൽ 15,000 കമ്മീഷൻ അർഹതയുണ്ട്. പിന്നെ ഉണ്ണി 5,000 രൂപയും ബെന്നി 6,000 രൂപയും പിൻവലിച്ചിട്ടുണ്ട്. അതിനുള്ള പലിശ, പിൻവലിച്ചതിന്റെ ഡ്രോയിങ്സിന്റെ പലിശ 200ഉം 300ഉം. ഓക്കെ അല്ലേ? പിന്നെ ഈ വർഷം സ്ഥാപനം നേടിയ ലാഭം 75,500 രൂപയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ അക്കൗണ്ട് കാണിക്കും. ഫസ്റ്റ് തന്നെ ആ 75,500 ലാഭനഷ്ടം, ആ ലാഭമാണെങ്കിൽ ലാഭം ഇവിടെ എടുത്ത് കാണിക്കാം. പിന്നെ എന്തൊക്കെയാണ് ഇവിടെ വരാം? ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൂടിയാണ് വരാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൂടിയാണ് വരാം. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൂടിയാണ് ഇവിടെ വരുന്നത്. 75,500 ഫസ്റ്റ് തന്നെ എന്താ എഴുതി കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇത് എടുക്കുമ്പോൾ ബൈ നെറ്റ് പ്രോഫിറ്റ് 75,500. പിന്നെ കാണിക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് തന്നിട്ടുണ്ടാവുമല്ലോ. അതെ, ഓരോരുത്തരും തന്നിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരും അത് എടുത്ത് എഴുതാം. 300, 200 ഈ ഭാഗത്തേക്ക് നമുക്കറിയാലോ, ഇവിടേക്ക് എടുത്ത് എഴുതാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഓരോരുത്തർ. അതുപോലെ ഇവിടെ ഡ്രോയിങ്സ് വരില്ല. വെറും ഡ്രോയിങ്സ് എന്ത് വരില്ല, ഇൻട്രസ്റ്റേ വരുള്ളൂ. അതുപോലെ തന്നെ ഇപ്പത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുള്ളൂ, ക്യാപിറ്റൽ വരില്ല. അത് ശ്രദ്ധിക്കുക. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് പിടിക്കുക? ഓരോരുത്തരുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട് 50,000, ശതമാനം തന്നിട്ട് 10%. 50,000 ഇൻറ്റു 10/100 ആരുടെ ഇൻട്രസ്റ്റ്? നമ്മുടെ ഉണ്ണിയുടെ ഇൻട്രസ്റ്റ് 5,000. ബെന്നീയുടെ ആണെങ്കിൽ 60,000 ഇൻറ്റു 10/100. ആ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക? പലിശ ഇവിടെ കാണിക്കുക. പിന്നെ എന്തൊക്കെയാണ് കാണിക്കേണ്ടത്? സാലറി ഉണ്ടോ നോക്കാം. സാലറി ഉണ്ട്. 20,000 ഉണ്ണിക്കും ബെന്നിക്കാണെങ്കിൽ കമ്മീഷനും. അപ്പൊ സാലറി കമ്മീഷൻ ഇവിടെ കാണിക്കേണ്ടത്. സാലറി കമ്മീഷൻ ഓരോരുത്തരുടെയും ഇവിടെ കാണിക്കാം. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞത്, ഇതൊക്കെ എഴുതി, കമ്മീഷൻ എഴുതി. പിന്നെ എഴുതാൻ ഇനി ഒന്നുമില്ല അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിരിക്കണം. ഓക്കെ. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ കൊടുക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ ഈ ഭാഗത്ത് കൊടുക്കുക. ഇവിടെ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഓക്കെ. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയുന്നില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമുക്കറിയാലോ, ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എന്താ, താഴെ വരച്ചിട്ട് അറിയാലോ, ടോട്ടൽ ഭാഗം. ഈ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും, ഡെബിറ്റ് സൈഡ് ആണ് കൂട്ടുമ്പോൾ കൂടുതലെങ്കിൽ ലോസ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ ഒരു എമൗണ്ട് കിട്ടും നമുക്ക് അല്ലെ? ആ എമൗണ്ട് എഴുതിയിട്ട് ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ഉള്ള എമൗണ്ടുകൾ, ഈ പറഞ്ഞ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട് ഒക്കെ ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യാം? ഈ എമൗണ്ടിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എമൗണ്ട് കിട്ടും. ഈ കിട്ടുന്ന എമൗണ്ട് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവരുടെ റേഷ്യോ ആയിട്ടുള്ള 2:1 ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ. 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഫൈനൽ ആൻസർ കിട്ടും. ഇതാണ് 13ാമത്തെ വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. ഓക്കെ. അതായത് ലാഭനഷ്ട വിനിയോഗ അക്കൗണ്ട് എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ലോൺ അക്കൗണ്ട് ആണ്. ഓക്കെ. ലോൺ അക്കൗണ്ട് ആണ് ചോദിക്കുന്നത്. ഒരു സ്ഥാപനത്തിലെ പങ്കാളിയായ ശ്രീ സുദീപ് 2023 മാർച്ച് 31 സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ചു.
അദ്ദേഹത്തിന്റെ മൂലധന അക്കൗണ്ടിൽ ആ തീയതിയിൽ 65,000 നീക്കിയിരിപ്പ് കാണിക്കുന്നു. ഉടമ്പടി പ്രകാരം അദ്ദേഹത്തിന് നൽകാനുള്ള തുക 15,000 രൂപ ഉടൻ പണമായും ബാക്കി 10% പലിശ സഹിതം 4 തുല്യ വാർഷിക ഗഡുക്കളായും നൽകും. സുധീപിന്റെ ലോൺ അക്കൗണ്ട് തയ്യാറാക്കുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഈ 45,000 രൂപ നീക്കിയിരിക്കുകയും നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ലോൺ അക്കൗണ്ട് തയ്യാറാക്കണം. ഓക്കെ, അതില് 15,000 തുക നമ്മൾ പണമായിട്ടും ബാക്കി 10% പലിശ സഹിതം 4 തുല്യ വാർഷിക ഗഡുക്കളായിട്ട്. 65,000 എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ എത്ര? 15,000 ഡിവൈഡഡ് ബൈ 4. എത്ര കിട്ടും നമുക്ക്? 65,000 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് 15,000 ആണ്. ഓക്കെ ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 65,000 രൂപ കൊടുക്കാനുണ്ട് ആൾക്ക്, വിരമിക്കാൻ പോണ ആൾക്ക്. ആ 65,000-ത്തില് ഉടമ്പടി പ്രകാരം 15,000 രൂപ ഉടൻ പണമായും നൽകണം. അപ്പൊ 65,000-ത്തില് നിങ്ങൾക്കറിയാം, ഈ 65,000-ത്തിന് ഇനി എന്താ? 15,000 നമ്മൾ ഓൾറെഡി കൊടുത്തു. അത് കൊടുക്കണം എന്ന് പറയണ്ടല്ലോ, പണമായിട്ട് ഉടൻ കൊടുക്കണം. അത് റിട്ടയർ ആണ സമയത്ത് കൊടുക്കണം. സോ 65,000-ത്തിന് 15,000 പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 50,000. ഓക്കെ, 50,000 നമ്മുടെ ആൻസർ വരുന്നത്. 50,000 ആണ് നമ്മുടെ കിട്ടുന്നത്. ഇനി ഈ 50,000 ആണ് നമ്മൾ ലോൺ അക്കൗണ്ടിലേക്ക് കാണിക്കാനായിട്ട്. ലോൺ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ലോൺ അക്കൗണ്ട് പ്ലസ് ഇതിനൊപ്പം എന്താ? ഇൻട്രസ്റ്റ് അടക്കമാണ് നമ്മൾ കൊടുക്കണേ. ഇതെങ്ങനെ കൊടുക്കണേ? പ്ലസ് എന്ന് പറയുമ്പോൾ ഈ 50,000 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്. 4 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ 50,000 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കാം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 12,500. ഈ 12,500 ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, ഓരോ ഇൻസ്റ്റാൾമെന്റ് ഓരോ വർഷം, അതിന്റെ കൂടെ പ്ലസ് ഇൻട്രസ്റ്റ്. എത്ര? 10% ഇൻട്രസ്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിന്റെ ഫോർമാറ്റ് അറിയാലോ. ഇതാണ് ഫോർമാറ്റ് തന്നെ, സുദീപ്സ് ലോൺ അക്കൗണ്ട് ഫോർമാറ്റ്. ഇതില് ഫസ്റ്റ് തന്നെ ക്യാപിറ്റൽ ആദ്യം ഇവിടെയാണ് കാണിക്കുന്നത്. എത്ര ക്യാപിറ്റൽ? 50,000. 65,000 അല്ല കേട്ടോ. 65,000 എഴുതി കഴിഞ്ഞാൽ എന്താ തെറ്റും? കാരണം 65,000-ത്തില് 15,000 നമ്മൾ ഉടൻ തന്നെ ക്യാഷ് ആയിട്ട് കൊടുത്തു എന്ന് പറയുന്നത്. ബാക്കി 50,000 ആണ് നമുക്ക് ഇനി ലോൺ അക്കൗണ്ടിൽ കാണിക്കാനുള്ളത്. അപ്പോൾ ക്യാപിറ്റൽ എന്നിട്ട് 50,000 കാണിക്കും. ഫസ്റ്റ് തന്നെ ഈ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. എന്നിട്ട് ഇൻട്രസ്റ്റ് എന്ത് കാണണം? ഈ 50,000 ഇൻട്രസ്റ്റ് കാണണം. ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 10% ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പൊ 50,000 ഇൻറ്റു 10/100 എത്ര? 5,000 ഇൻട്രസ്റ്റ്. ഇനി പിന്നെ എവിടെയാണ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ അത് കൊടുക്കുന്നത് കാണിക്കുക അടുത്ത വർഷത്തെ. ഓക്കെ, ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 12,500. ഏത്? നമ്മുടെ 50,000-ത്തിന് നമ്മൾ 4 ഡിവൈഡ് ചെയ്തത് 12,500 പ്ലസ് അതിനൊപ്പം എന്തും കൊടുക്കണം? ഇൻട്രസ്റ്റ്. എത്ര ഇൻട്രസ്റ്റ്? 5,000. ഈ 5,000 അപ്പൊ നമുക്ക് 17,500 മൊത്തം കിട്ടും ക്യാഷ്. ഇനി എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. രണ്ട് ഭാഗത്തും വരയ്ക്കുക. ഈ ഈ ഈ ഭാഗമല്ലേ കൂടുതൽ? 50,000 പ്ലസ് 5,000 55,000. രണ്ട് ഭാഗത്തോട്ടും എടുത്തെഴുതാം. ഈ 50,000 എന്ത് ചെയ്യുക? ഈ 17,000 കുറയ്ക്കുക. ബാലൻസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബാലൻസ് ക്യാരി ഡൗൺ. എത്ര? 55,000-ന് 17,500 കുറയ്ക്കുമ്പോൾ 37,500 കിട്ടും. ഇതാണ് ബാലൻസ് ക്യാരി ഡൗൺ ഫസ്റ്റ് ഇയറിലത്തെ. ഇനി അതെന്ത് ചെയ്യും? അടുത്ത ഇയറിലേക്ക് നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യും. ബാലൻസ് ബ്രോഡ് ഡൗൺ ഈ 37,500 എന്ന് പറയാം. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക? വീണ്ടും ഇൻട്രസ്റ്റ്. നേരത്തെ സ്റ്റെപ്പ് ഇൻട്രസ്റ്റ് ഏതും കാണണം? ഈ 37,500 വേണം ഇൻട്രസ്റ്റ് കാണാൻ. 37,500 ഇൻറ്റു 10% ഇൻറ്റു 10/100 ഇവിടെ നമുക്ക് ഇവിടെ കിട്ടും 37,50 കിട്ടും. ഇതാണ് ഇൻട്രസ്റ്റ് കിട്ടുക. ഇപ്പുറത്ത് എന്ത് കാണിക്കണം? ഇപ്പുറത്ത് ക്യാഷ്. എങ്ങനെ കാണിക്കും ക്യാഷ്? 12,500 അത് ഫിക്സ്ഡ് ആ. 12,500 ഇൻസ്റ്റാൾമെന്റ് ആണല്ലോ. പ്ലസ് അതിന്റെ കൂടെ എത്ര എത്ര കൂട്ടണം? ഈ ഇൻട്രസ്റ്റ് 37,50. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യാം? 4 വർഷം വരെ എന്ത് ചെയ്യണം? കണക്കായിട്ട് കാണണം. ഇതാണ് ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യുക? ഇത് ചെയ്ത് നോക്കാം. ഫുൾ ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. അതാണ് ആ ഫോർമാറ്റ് വരുന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഈ സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് 8 മാർക്കിന്റെ സെക്ഷൻ ആണ് വരുന്നത്. 8 മാർക്സിന്. ഓക്കെ, ഇതിൽ നമുക്ക് നോക്കാം. അടുത്ത സെക്ഷനോട് കടക്കുമ്പോൾ നമുക്കറിയാം 8 മാർക്കിനാണ്. ഇവിടെ എന്താ വന്നേക്കുന്നത്? 5-ഉം 5-ഉം തുല്യ അനുപാതത്തിൽ ലാഭം പങ്കിടുന്ന പങ്കാളികളാണ്. അപ്പൊ തുല്യമായിട്ടാട്ടോ 1:1 ആണ് അവരുടെ അനുപാതം. സഞ്ജുവിനെ പുതിയ പങ്കാളിയെ പ്രവേശിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. പ്രവേശന തീയതിയിൽ ആസ്തികളും ബാധ്യതകളും അഡ്മിഷൻ ആണ്, പ്രവേശനാണ്. ഓക്കെ, ആസ്തികളും ബാധ്യതകളും തമ്മിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട്. ആസ്തികൾ ബാധ്യതകൾ ഒരുമിച്ച് കാണിച്ചേക്കണം. ഇതിന്റെ ഇടയിൽ ബാധ്യത ഉണ്ടാവും, ആസ്തി ഉണ്ടാവും. ശ്രദ്ധിക്കാം. ബുക്കിലുള്ള വില മൂല്യം ഇത് ബുക്ക് വാല്യൂ. അതായത് സാധാരണ നമുക്കൊരു ബാലൻസ് ഷീറ്റ് വരാറില്ലേ ക്വസ്റ്റ്യനിൽ? ഓൾഡ് ബാലൻസ് ഷീറ്റ്. ആ ബാലൻസ് ഷീറ്റ് ആണ് ഇത്. അതിലുള്ള വിലയാണ് ഇത് തന്നേക്കണേ. ഇനി പുനർമൂല്യനിർണ്ണയ വില, ഇനി റീവാല്യൂ ചെയ്ത വില ഇങ്ങനെ തന്നിട്ടുണ്ട്. നമ്മൾ എന്താ പറഞ്ഞേക്കണേ? റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കുക. റീവാലുവേഷൻ അക്കൗണ്ട് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. റീവാലുവേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് അറിയില്ലേ? അല്ലെ? പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇങ്ങനെ റീവാലുവേഷൻ അക്കൗണ്ട് ഫോർമാറ്റ് വരുന്നത്. ശ്രദ്ധിച്ചേ, ഇവിടെ നമ്മൾ നോക്കണം. ഇത് ബുക്ക് വാല്യൂ, ഇത് പുനർമൂല്യനിർണ്ണയ വാല്യൂ. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇവിടെ എഴുതാ ഈ റീവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതാൻ പോകുന്നത്. മനസ്സിലായി? ഭൂമി എന്താണ്? ആസ്തി അല്ലേ? ഓക്കെ, ലാൻഡ് ആസ്തിയാണ്.
ഇവിടെ 35,000 രൂപയുടെ സാധനമായിരുന്നു മുന്നേ. പക്ഷെ ഇപ്പൊ എത്രയായി? 40,000. അതായത് ആസ്തി കൂടി. എത്ര കൂടി? 5,000 കൂടി അല്ലെ? 5,000 കൂടിയിട്ടുണ്ട്. അപ്പൊ ആസ്തി കൂടുമ്പോ ഇവിടെ എഴുതാം ക്രെഡിറ്റ് സൈഡിൽ അല്ലെ? ഇവിടെ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് എത്ര എഴുതണം? 5,000 എഴുതണം. അതുപോലെ ഓരോന്നും നോക്കാം. ഫർണിച്ചർ എന്താ ആസ്തിയാണ്, അത് 3,000 ആയിരുന്നു, ഇപ്പൊ എത്രയാ? 2,000. അപ്പൊ എന്താ കുറയാണ് ചെയ്തത് അല്ലെ? അതായത് ആസ്തിയുടെ വില കുറയുമ്പോൾ ഇവിടെ എഴുതാം ഡെബിറ്റ് സൈഡിൽ റിവാലുവേഷന്റെ. ഇവിടെ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ എത്ര കുറഞ്ഞേ? ഇവിടെ 1,000 അല്ലേ കുറഞ്ഞേക്കണേ അല്ലെ? 1,000 ഇവിടെ എഴുതാം. ഓക്കെ. അടുത്തത് കെട്ടിടം, ബിൽഡിംഗ് ആണ്. 40,000, ഇപ്പൊ എത്ര? 42,000. അപ്പൊ കൂടി. കൂടുമ്പോ ആസ്തി കൂടുമ്പോ ക്രെഡിറ്റ് സൈഡ് എത്ര? 2,000 കൂടി. 2,000. ആ 2,000 ആണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് നിക്ഷേപം, ഇൻവെസ്റ്റ്മെന്റ്. ആസ്തിയാണ് നമ്മുടെ, അത് 8,000 ആണ് മുന്നേ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? 5% കുറവ്. പിന്നെ എന്ത് സംഭവിച്ചു? 5% കുറവ് സംഭവിച്ചു. അപ്പൊ കുറവ് എന്ന് പറയുമ്പോൾ കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യണ്ടേ? 8,000 ഇൻറ്റു 5/100 കാണാം ആദ്യം. അപ്പൊ 400. അതായത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണോ കുറഞ്ഞ എമൗണ്ട് 400. എന്ത് ചെയ്യണം? ആ 400 8,000 കുറയ്ക്കണം. 7,400. അതാണ് ഇപ്പോഴത്തെ വാല്യൂ. അതായത് 5% ലെസ് എന്ന് പറയണേ. മുന്നേ 8,000 ആയിരുന്നു, ഇപ്പൊ അതിന്റെ 5% കുറവേ ഉള്ളൂ റീവാല്യൂ ചെയ്തപ്പോ എന്ന് പറയണേ. അതിനർത്ഥം 8,000 ഇൻറ്റു 5/100 400. ഈ 400 ആണ് കുറവ്. 8,000 400 കുറയ്ക്കാം, 7,400. അതാണ് ഇപ്പോഴത്തെ വാല്യൂ. ഓക്കെ, മനസ്സിലായോ? അതാണ് ഇപ്പോഴത്തെ വാല്യൂ വരുന്നത് 7,400. അപ്പൊ ഇവിടെ എന്താണ്? 7,600 ആണ് ആൻസർ വരാം. അപ്പൊ 8,000 ആയിരുന്നു, ഇപ്പൊ 7,600. അതിനർത്ഥം ഇൻവെസ്റ്റ്മെന്റ് കുറയല്ലേ ചെയ്തേക്കണേ അല്ലെ? എത്ര കുറഞ്ഞു? 400 കുറഞ്ഞു. ആ 400 നമ്മൾ കണ്ടുപിടിച്ചത്. ഓക്കെ. അപ്പൊ 400 എവിടെ എഴുതണം? കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ആസ്തിയാണ്. ഇൻവെസ്റ്റ്മെന്റ് 400 കുറയും, സോറി, കുറയുമ്പോൾ ഡെബിറ്റ് സൈഡ് ആണ്. ഡെബിറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് എഴുതിയിട്ട് 400 എന്ന് എഴുതാം. ഓക്കെ. ഇനി ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്താ പറയണേ? ഡെപ്റ്റേഴ്സ് 10,000. അത് എത്രയായി? 5% കരുതൽ. അതായത് പ്രൊവിഷൻ നമ്മൾ 5% വെക്കുന്നുണ്ട്. നമ്മൾ പറയാലോ 10,000ന്റെ 5%. 10,000 ഇൻറ്റു 5/100 നമുക്കറിയാം. ഓക്കെ. അതിന്റെ കാൽക്കുലേഷൻ വരുന്നത് ഇവിടെ കാണിച്ചേക്കണേ 500. ഓക്കെ. അപ്പോ 500 ആണ് പ്രൊവിഷൻ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതണം? പ്രൊവിഷൻ എഴുതണം. പ്രൊവിഷൻ എന്ന് പറയുമ്പോൾ ലൈബിലിറ്റിനെ കൂട്ടുന്ന, ലൈബിലിറ്റി കൂടുമ്പോൾ ഇവിടെ എഴുതണം പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് പറഞ്ഞിട്ട് ഏത് എഴുതണ്ടേ? ഈ 500 വേണം എഴുതാനായിട്ട്. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ് പറഞ്ഞിട്ട് 500 വേണം എഴുതാനായിട്ട്. ഓക്കെ. അടുത്ത സ്റ്റോക്ക് എന്താ? 9,000, അത് 12,000 എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ എത്ര? അത് കൂടല്ലേ ചെയ്തേക്കുന്ന? സ്റ്റോക്ക് 3,000 കൂടി അല്ലെ? അപ്പൊ സ്റ്റോക്ക് കൂടുമ്പോ ആസ്തി കൂടുമ്പോൾ ഇവിടെ എഴുതാം ക്രെഡിറ്റ് സൈഡ്. സ്റ്റോക്ക് എത്ര? 3,000 എഴുതാം. പിന്നെ ക്രെഡിറ്റേഴ്സിന്റെ 6,000 5,000 ആയി, കുറഞ്ഞു അല്ലെ? ലൈബിലിറ്റി കുറഞ്ഞു. ലൈബിലിറ്റി കുറയുമ്പോൾ ഇവിടെ എഴുതാം ക്രെഡിറ്റ് സൈഡിൽ. ഇവിടെ ക്രെഡിറ്റേഴ്സ് പറഞ്ഞിട്ട് എത്രയാ? എത്ര കുറഞ്ഞ? 1,000. അത് എഴുതാം. അടുത്ത ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലൈബിലിറ്റി ആണ്. ലൈബിലിറ്റി 7,000 ആയിരുന്നു, 8,000 കൂടി. അപ്പോ ക്രെഡിറ്റേഴ്സ് കൂടുമ്പോൾ എവിടെ എഴുതാം? അതായത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ലൈബിലിറ്റി കൂടുമ്പോൾ എവിടെ എഴുതാം? ഡെബിറ്റ് സൈഡിൽ. ഓക്കെ. ഓവർ ഡ്രാഫ്റ്റ് ഓവർ ഡ്രാഫ്റ്റിന് എത്ര കൂടി? 1,000 എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് റിവാലുവേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാൻ അറിയാലോ, ഏത് സൈഡാണോ കൂടുതൽ നോക്കാം. ക്രെഡിറ്റ് സൈഡ് കൂടിയ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്ക് എടുത്ത് എഴുതിയിട്ട് അത് ഈ പങ്കാളികൾക്ക്, ആർക്ക്? അഞ്ജുവിനും മഞ്ജുവിനും ഏത് റേഷ്യോയിൽ? 1:1 റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തിട്ട് കാണിക്കും. ഇത്രയുള്ള റിവാലുവേഷൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് അത് ശ്രദ്ധിക്കുക. അവിടെ റിവാലുവേഷൻ അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ. നെക്സ്റ്റ് എന്താ? റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. പ്രകാശ്, അനിൽ, പ്രസാദ് എന്നിവർ 3:2:1 അനുപാതത്തിൽ ലാഭം പങ്കിടുന്ന പങ്കാളികളാണ്. ഇവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ഡിസോൾവ് ആണ്. അപ്പൊ ഡിസൊല്യൂഷൻ ആണ്. അപ്പൊ ഏത് അക്കൗണ്ട് ആയിരിക്കും? റിയലൈസേഷൻ അക്കൗണ്ട് ആയിരിക്കും. ഓക്കെ. റിയലൈസേഷൻ അക്കൗണ്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ട്? ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് കുറച്ച് താഴെ, കഴിഞ്ഞിട്ടില്ല. അത് കുറച്ച് മിസ്റ്റേക്ക് വന്നതാണ്. ഇവിടെ മലയാളം പിന്നെ ബാക്കി ഇതിന്റെ പിന്നെ ഇംഗ്ലീഷ് ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ. ഇവിടെ ഇതിന് ബിൽഡിംഗ് ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ നമ്മൾ റീവാല്യൂ ചെയ്യുമ്പോൾ അസറ്റ് വിറ്റപ്പോ കിട്ടിയ പൈസയാണ് ഇത്രയും. ഓക്കെ. ഇനി ലൈബിലിറ്റീസ് ആണെങ്കിൽ ഇത് ക്രെഡിറ്റേഴ്സ് 29,000, ബിൽസ് പേബിൾ 47,000, ബാങ്ക് ലോൺ ഫുൾ നമ്മൾ അടച്ചു തീർത്തു എന്ന് പറയണേ. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ആൻസർ ചെയ്താൽ മതി. റിവാലുവേഷൻ ആണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? റിവാലുവേഷൻ ചൂസ് ചെയ്യുക. ഓക്കെ. റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ആണെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ റിയലൈസേഷൻ അക്കൗണ്ട് എന്നെ തയ്യാറാക്കാൻ അറിയാലോ. ഇതിപ്പോ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ആണ്. ആദ്യം തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഈ ക്രെഡിറ്റേഴ്സ് ഇത് നമ്മൾ എവിടേക്ക് എഴുതണം? അടയ്ക്കേണ്ട ബില്ലുകൾ. ഓക്കെ. ബാങ്ക് വായ്പ ഉണ്ട്, മൂലധനം, ഈ കാര്യങ്ങളുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് എഴുതണം? നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ലൈബിലിറ്റീസ് നമ്മൾ പറഞ്ഞു എവിടേക്ക് എഴുതണം? ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്ത് എഴുതണം, ഓപ്പോസിറ്റ് സൈഡിലോട്ട് എടുത്ത് എഴുതാം. ഓക്കെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? ഈ പറയുന്ന ആസ്തികളുടെ സാധനം, ഓക്കെ, ക്യാഷ് എന്ത് ചെയ്യണം? ഇവിടേക്ക് ഡെബിറ്റ് സൈഡിലോട്ട് എടുത്ത് എഴുതണം. ആദ്യം തന്നെ ഓപ്പോസിറ്റ് ക്യാഷ്
ക്യാഷ് എഴുതാൻ പാടില്ല. എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആസ്തികളിലാണെങ്കിൽ ക്യാഷ് എഴുതാൻ പാടില്ല, ബാങ്ക് എഴുതാൻ പാടില്ല. എവിടെ? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക്. റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എടുത്ത് എഴുതുമ്പോൾ എഴുതാൻ പാടില്ല. പിന്നെ മൂലധനം. മൂലധനം ഉണ്ട്. ഇവിടെ നിന്ന് എഴുതുമ്പോൾ മൂലധനം എഴുതാൻ പാടില്ല. ഓക്കെ, ബാക്കിയൊക്കെ നമുക്ക് എഴുതാം. ഇവിടെ നിന്ന് ഈ സൈഡിൽ ഈ കാര്യങ്ങൾ എടുത്ത് എഴുതാം. ബാക്കിയൊക്കെ എന്ത് ചെയ്യാം? ഫസ്റ്റ് തന്നെ എടുത്ത് എഴുതാം. ഓക്കെ, ഇനി നമ്മള് പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ എടുത്ത് എഴുതിയ ശേഷം നമുക്കറിയാലോ, പിന്നെയും വീണ്ടും ഓപ്പോസിറ്റിലോട്ട് എടുത്തെഴുതാം. ഓപ്പോസിറ്റിലോട്ട് എടുത്തെഴുതാന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്ത് എഴുതി? ലയബിലിറ്റീസ് എഴുതി അല്ലെ, ബാധ്യതകൾ എഴുതി. ഇവിടെ എന്ത് എഴുതി? അസറ്റുകൾ എഴുതി. ഓക്കെ, ഇനി വീണ്ടും അതിനെന്ത് ചെയ്യുക? ക്രോസ് ചെയ്ത് എഴുതാം. ഇപ്പുറത്തോട്ട് അസറ്റും ഇപ്പുറത്തോട്ട് ലയബിലിറ്റീസും. ഓക്കെ ആണല്ലോ? ലയബിലിറ്റീസ് എടുത്ത് എഴുതാം. അപ്പൊ നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പോസിറ്റ് എടുത്ത് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എടുത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ അസറ്റിന്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർട്ടിങ് ക്യാഷ് എന്ന് പറഞ്ഞു കൊടുക്കണം. ക്യാഷ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ വിറ്റ് തീർത്ത അസറ്റ് ഏതൊക്കെയാ? 1,75,000 ഫർണിച്ചർ, ബിൽഡിംഗ്, മെഷീനറി, ഇതൊക്കെ കൂട്ടാം. ഡെപ്റ്റേഴ്സ് 5% ലെസ് ആന്ന് പറഞ്ഞു. അതിനകത്ത് ഇവിടെ നോക്കാം 64,000. അപ്പൊ 64,000ന്റെ 5% ആദ്യം കണ്ടുപിടിക്കുക. 64,000 ഇൻറ്റു 5/100 കണ്ടുപിടിക്കുക ആദ്യം. ഓക്കെ, അപ്പോ 64,000 ഇൻറ്റു 5/100 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1,200. ഈ 1,200 കുറയ്ക്കണം. 1,200 ലെസ് ആണ് ഇപ്പോഴത്തെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് 64,000 1,200 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടാം? 64,000 1,200 കുറയ്ക്കുമ്പോൾ നമുക്ക് 62,800 കിട്ടും. ഇതാണ് നമ്മുടെ ഡെപ്റ്റേഴ്സ്. ഓക്കെ, ലൂസ് ടൂൾസ് സെയിം തന്നെ. ഇതൊക്കെ കൂട്ടിയ എമൗണ്ട് വേണം നമ്മൾ അവിടെ എഴുതാനായിട്ട്. ഈ പറഞ്ഞ സൈഡിലോട്ട് കൂട്ടി ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ അസറ്റ് നോട്ടിട്ട് എമൗണ്ട് ഇവിടെ കൊടുക്കാനായിട്ട്. അതുപോലെ ലൈബിലിറ്റീസ്, അതുപോലെ എന്താ ക്യാഷ് എന്ന് ഹെഡിങ് കൊടുക്കണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ? ലൈബിലിറ്റീസ് കൊടുക്കുക. ക്രെഡിറ്റേഴ്സ്, എത്ര രൂപയ്ക്ക് ക്രെഡിറ്റേഴ്സ് വിൽക്കണേ? 29,000. ബിൽസ് പേബിളോ? 47,000. ഓക്കെ, ബിൽസ് പേയബിൾ 47,000. ബാങ്ക് ലോണോ? ബാങ്ക് ലോൺ ഫുൾ ആണ്, ഫുൾ കൊടുത്തു തീർക്കും. ഫുൾ എന്ന് പറയുമ്പോൾ ബാങ്ക് ലോൺ ക്വസ്റ്റ്യനിൽ എത്രയായിരുന്നു നോക്കാം. ബാങ്ക് ലോൺ 70,000. അപ്പൊ 70,000 എഴുതാം ഇവിടെ. ഓക്കെ, അത് അങ്ങനെയാണ് എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ട് എന്തായാലും കംപ്ലീറ്റ് ആയി. നേരത്തെ പറഞ്ഞ പോലെ ഫുള്ള് ബാലൻസ് ചെയ്യുക. ഏത് സൈഡാണോ കൂടുതൽ അത് എഴുതിയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ സൈഡിലത്തെ ബാലൻസസ് കുറയ്ക്കുക. ബാക്കി കിട്ടുന്നത് എന്ത് ചെയ്യുക? ഈ പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കുക. 3:2:1. ഓക്കെ, റിയലൈസേഷൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാം? റിവാലുവേഷൻ ചെയ്യാൻ നോക്കുക. അതാണ് കുറച്ചും കൂടി എളുപ്പം. ഇതാണ് പാർട്ട് 1 നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ.